ഏറ്റവും ആദരണീയനായ അമ്പലപ്പുഴ താലൂക്ക് ദക്ഷിണമേഖല ജമാഅത്ത് അസോസിയേഷന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സലീമിക്ക, ഈ സദസ്സിനെ ദുആ കൊണ്ട് ധന്യമാക്കിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കേന്ദ്ര മുഷാവറ അംഗവും ഇജാബ മുസ്ലിം ജമാഅത്തിന്റെ ഖതീമുമായ പ്രിയപ്പെട്ട ഹസൻ ഫൈസി ഉസ്താദ് അവറുകൾ, ഈ സ്റ്റേജിൽ ധന്യരായിരിക്കുന്ന ബഹുമാനായ അസോസിയേഷന്റെ ട്രഷററും ഇജാബ ജമാഅത്തിന്റെ പ്രസിഡന്റുമായ പ്രിയപ്പെട്ട ഇബ്രാഹിം കുട്ടിക്ക, പുന്നപ്രപറ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റും അസോസിയേഷന്റെ രക്ഷാധികാരിയുമായ CRP അബ്ദുൽ ഖാദർ, പഴയങ്ങാടി മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സലീമിക്ക, സെക്രട്ടറി ലത്തീഫിക്ക, ആഞ്ഞിലിപ്പുറം ജമാഅത്തിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ജമാലിക്ക, നമ്മുടെ സംഘടനകളുടെ നേതാക്കളായ ഷുക്കൂർ മോറീസ്, സുധീർ പുന്നപ്ര, കാസിം കൽമാടി, ഇജാബയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട ഷെരീഫിക്ക, നൂറുദ്ദീൻ ഉസ്താദ്, നൂർ ഉസ്താദ്, പ്രിയപ്പെട്ട സഫിയ പീഡിയക്കൽ, PBSIയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ബഷീർ പൂളക്കുളം, ബഹുമാന്യനായ കുന്നമ ജമാഅത്തിന്റെ പ്രസിഡന്റ് നിസാർ പുറത്തറ, പ്രിയപ്പെട്ട ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രിയപ്പെട്ട നേതാവ് ബിലാൽ ചമ്പപ്പള്ളി, പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതാവ് നാസർ താജ്, ഈ സംഘടനയുടെ കോർഡിനേറ്റർ കൂടിയായ ബദറുദ്ദീൻ നിർക്കുന്നം, പ്രിയപ്പെട്ട യാസർ തുണ്ടിൽ, യാസർ കോലേരം, ബഷീർ തുണ്ടിൽ, പ്രിയപ്പെട്ട റഷീദ് സാഹിബ്, ബഹുമാനായ ഇക്ബാൽ താജ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സ്റ്റേജിലും സദസ്സിലും പുറക്കാട് ജമാഅത്തിന്റെ സെക്രട്ടറി ബഷീർക്ക ഉൾപ്പെടെയുള്ള പൊടിക്കര ജമാഅത്തിന്റെ പ്രസിഡന്റും നമ്മുടെ ഈ പരിപാടിയുടെ ഈ വാളണ്ടിയേഴ്സിന്റെ ക്യാപ്റ്റനുമായിരുന്ന പ്രിയപ്പെട്ട നവാസ് പൊടിക്കര ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മാസങ്ങളായി ആരംഭിച്ച ഒരു പോരാട്ടമാണിത്. വഖഫ് ഭേദഗതി ബില്ല് നിയമസഭ പാർലമെന്റിൽ കൊണ്ടുവരുന്ന കാലം മുതൽ നമ്മൾ സമര പരിപാടികൾ ആരംഭിച്ചു. പരിശുദ്ധ റമദാന് മുമ്പ് അമ്പലപ്പുഴ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നമ്മൾ ശക്തമായ ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത് വൻ വിജയമായ ആ ധർണയ്ക്ക് ശേഷം നമ്മൾ പരിശുദ്ധ റമദാനിലേക്ക് കടന്നു. റമദാന് ശേഷം നമ്മൾ പരിപാടികൾ ആസൂത്രണം ചെയ്തു. പരിപാടികളുമായി മുന്നോട്ട് പോവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞതിന്റെ മുൻ വെള്ളിയാഴ്ച നമ്മുടെ പള്ളികളുടെ മുന്നിലെല്ലാം ഒരു പ്രതിഷേധ ജ്വാല നമ്മൾ തീർക്കുകയുണ്ടായി. വഖഫ് ഭേദഗതി ബില്ല് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബാനർ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധാജ്ഞ നമ്മൾ ഉയർത്തുകയുണ്ടായി. അതിനുശേഷം നമ്മൾ വാഹന പ്രചരണ ജാഥകളുമായി തോട്ടപ്പള്ളി മുതൽ പറവൂർ വരെയുള്ള ഓരോ മൂലയിലും ചെന്ന് നമ്മളെന്ത് ആവശ്യമെന്താണ്, നമ്മുടെ വിഷയം എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പ്രിയമുള്ള സഹോദരങ്ങളെ, കാശ്മീരിലെ ബംഗാളിൽ സംഭവിച്ച ദുരന്തത്തിൽ ഭീകരവാദികൾ നടത്തിയ ആക്രമണത്തിൽ നമ്മൾ 1 മിനിറ്റ് മൗനം ആലോചിച്ചുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 1 മിനിറ്റ്. കാശ്മീരിലെ ബംഗാളിലുണ്ടായ ആ ഭീകരാക്രമണത്തെ നമ്മൾ അതിശക്തമായി അപലപിക്കുകയാണ്. ഇന്ത്യ രാജ്യം നടത്തുന്ന ആ പോരാട്ടത്തിൽ ഇന്ത്യ രാജ്യത്തോളം നമ്മൾ ഉണ്ടാകുമെന്ന് ഐക്യപ്പെട്ടുകൊണ്ട് 1 മിനിറ്റ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇന്ത്യ രാജ്യത്തിനെതിരായി ആര് യുദ്ധത്തിന് വന്നാലും ഇന്ത്യ രാജ്യത്തിനെതിരായി പരിശുദ്ധ കാബയും മദീനയും ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യ യുദ്ധത്തിന് വന്നാൽ പോലും ഇന്ത്യ രാജ്യത്തിന്റെ ആ യുദ്ധത്തിന് മുന്നിൽ നിന്ന് നയിക്കാൻ ഇവിടുത്തെ മുസൽമാൻ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ, നമ്മുടെ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ, നമ്മൾ ഈ രാജ്യത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ ആര് ശ്രമിച്ചാലും ജീവൻ ഉള്ളിടത്തോളം കാലം അതിനെതിരായി നമ്മൾ പോരാടും എന്നുള്ളതിന്റെ ഒരു സന്ദേശമാണ് നമ്മളിപ്പോൾ നടത്തിയത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായി നടത്തിയ ഈ പ്രചരണ ജാഥകളുടെയും സമ്മേളനങ്ങളുടെയും ഒരു പര്യവസാനം ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ സമര പരിപാടികൾ തുടരുകയാണ്. താലൂക്ക് അടിസ്ഥാനത്തിൽ, ജില്ലാ അടിസ്ഥാനത്തിൽ, സംസ്ഥാന അടിസ്ഥാനത്തിൽ പോരാട്ടം സംഘടിപ്പിക്കാൻ നമ്മൾ സമാന മനസ്കരായ സംഘടനകളുമായി വ്യക്തികളുമായി ഒക്കെ കൂടി ചേർന്നിട്ടുണ്ട്. ഈ പരിപാടി നമ്മൾ വിജയിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വിശ്വാസം നിലനിർത്തണം. അതിനുവേണ്ടി നമുക്ക് പോരാടിയേ മതിയാവൂ.
നമ്മുടെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ആർക്കെതിരായി, ഒരു ഗവൺമെന്റിനെതിരായുള്ള പോരാട്ടമല്ല. നമ്മുടെ വിശ്വാസം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ മുൻഗാമികൾ നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയ ഈ അമാനത്ത് നമ്മുടെ അടുത്ത തലമുറയെ നമുക്ക് ഏൽപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു ബാധ്യത നമ്മൾക്കുണ്ട്. ആ ബാധ്യത നമുക്ക് നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ഇവിടെ ജീവിക്കുന്നിടത്തോളം നമുക്ക് ആ വിശ്വാസം നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ പോരാടിയേ പറ്റത്തുള്ളൂ. മരണാനന്തരം ഒരു ജീവിതം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സമുദായത്തിന് അനുയായികളാണ് നമ്മൾ. ആ മരണാനന്തര ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കാക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ സൽപ്രവർത്തനമാണ് വഖഫ്. ആ വഖഫ് സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി ആര് ശ്രമിച്ചാലും ജീവൻ ഉള്ളിടത്തോളം കാലം അതിനെതിരായി നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടുമെന്നുള്ളതിന്റെ ഒരു സൂചന മാത്രമാണ് ഈ പ്രതിഷേധ റാലി. ഈ സമ്മേളനത്തിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നത് ഇന്ത്യൻ പാർലമെന്റിൽ ഈ വിഷയത്തിൽ അതിരൂക്ഷമായി BJP ഗവൺമെന്റിനെതിരായി പോരാടിയ ആലപ്പുഴയിലെ പ്രിയപ്പെട്ട MP KC വേണുഗോപാൽ ആണ് എന്നുള്ളത് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുപോലുള്ള നേതാക്കളെയും മതേതരവാദികളെയും നമ്മളോടൊപ്പം കൂട്ടുനിർത്തിക്കൊണ്ട് നമുക്ക് പോരാടേണ്ടതായിട്ടുണ്ട്. ആ പോരാട്ടത്തിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് വിജയിക്കണം. അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് പരിശ്രമിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ പറയുമ്പോൾ എല്ലാവരുടെയും പേര് പറയാൻ കഴിഞ്ഞു എന്ന് വരില്ല, പലരെയും നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ഉള്ളവരുടെ പേര് പറയുമ്പോൾ അത് ആർക്കും ഒരു വിഷമം ഉണ്ടാകരുതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്നത് അമ്പലപ്പുഴ താലൂക്ക് ദക്ഷിണമേഖല ജമാഅത്ത് അസോസിയേഷന്റെ ആദരണീയനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട സലീമിക്കയാണ്. നിങ്ങൾക്കറിയാം, BDSAയുടെ പ്രസിഡന്റായി നിൽക്കുമ്പോൾ തന്നെ ഏതാണ്ട് കഴിഞ്ഞ ഒരു 7-8 വർഷക്കാലമായി അസോസിയേഷന്റെ നേതൃത്വ സ്ഥാനം വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഈ സമുദായത്തിന്റെ പൊതുവിഷയങ്ങളിലെല്ലാം നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന പ്രിയപ്പെട്ട സലീമിക്കായെ അസോസിയേഷന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ മഹത്തായ സംരംഭത്തെ ദ്വാണ്ട് ധന്യമാക്കിയത് ബഹുമാന്യായ ഉസ്താദ് അസഫ് ഫൈസി അവர்களാണ്. ഉസ്താദിനെ നിങ്ങൾക്കാർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഏതാണ്ട് കുറെ വർഷങ്ങളായി നമ്മുടെ ഇജാബ ജമാഅത്തിന്റെ ഖത്തീബുമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗം കൂടിയാണ്. അത് നമ്മുടെ ഒരു ഭാഗ്യം കൂടിയാണ്. അദ്ദേഹത്തെ എന്റെ പേരിലും സംഘടനയുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അസോസിയേഷന്റെ ട്രഷററും ഇജാബയുടെ പ്രസിഡന്റുമായ ഇബ്രാഹിം കുട്ടിക്കായി ഞാൻ ഈ സംഘടനയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ആശംസിക്കുകയാണ്. സംഘടനയുടെ രക്ഷാധികാരിയും പുന്നപ്രപ്രവണ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റുമായ പ്രിയപ്പെട്ട CRP അബ്ദുൽ ഖാദറിനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പഴയങ്ങാടി മുസ്ലിം ജമാഅത്തിന്റെ ബഹുമാനായ പ്രസിഡന്റ് സെക്രട്ടറി സലീമിക്ക ലത്തീഫിക്ക അവരുടെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പുറക്കാട് ജമാഅത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറി നാസറിക്ക, അതുപോലെ തന്നെ ബഷീറിക്കയെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനായ ജവാലിക്കായെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ സഫീർ പീഡിയക്കലിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സംഘടനയുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ തരികയും നമ്മളോടൊപ്പം നേരിൽ പലപ്പോഴും വരാൻ അസൗകര്യമുള്ളപ്പോഴും വിളിച്ചു ബന്ധം തരികയും ചെയ്ത കാക്കാന ജമാഅത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ബഷീർ അത്താരയെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പുളിക്കര ജമാഅത്തിന്റെ പ്രസിഡന്റും നമ്മുടെ വാളണ്ടിയേഴ്സിന്റെ ക്യാപ്റ്റനുമായ പ്രിയപ്പെട്ട നവാസ് പുളിക്കരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ മുഴുവൻ കോർഡിനേറ്ററായി ആദ്യാവസാനം വരെ പ്രവർത്തിച്ച പ്രിയപ്പെട്ട ബദറുദ്ദീൻ നിർക്കുന്നത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സഫീർ പീഡിയക്കലിനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ബഷീർ പോളക്കുളം നമ്മുടെ ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ എന്റെ വ്യക്തിപരമായ പേരിലും സംഘടനയുടെ പേരിലും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട കുന്നമ്മ ജമാഅത്തിന്റെ പ്രസിഡന്റ് നിസാർ സാഹിബിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് പ്രിയപ്പെട്ട ബിലാൽ സാഹിബിനെ ഈ യോഗത്തിലേക്ക് ഞാൻ സംഘടനയുടെ പേരിലും എന്റെ പേരിലും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ലീഗിന്റെ ജില്ലാ നേതാവും ഹോട്ടൽ മാനേജ്മെന്റിന്റെ സംസ്ഥാന നേതാവുമായ പ്രിയപ്പെട്ട നാസർ താജിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ യുവ നേതാവ് പ്രിയപ്പെട്ട യാസറിനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ PVSAയുടെ ട്രഷറർ റഷീദ് സാഹിബ്, PVSA ട്രഷറായി മാത്രമല്ല ഈ അസോസിയേഷന്റെ എല്ലാ പരിപാടികളിലും കൂടെ നിന്ന് സഹകരിച്ച പ്രിയപ്പെട്ട റഷീദ് സാഹിബിനെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇക്ബാൽ താജ് നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് കൂടിയാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മീഡിയയുടെ മുഴുവൻ ചുമതലയെടുത്ത് നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച സാഹിദിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തോട്ടപ്പള്ളി മുസ്ലിം ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ലത്തീഫ് സാഹിബിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
അതുപോലെ തന്നെ ബഹുമാന്യ നൂർ ഉസ്താദിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സുധീർ പിന്നപ്ര നമ്മുടെ ഈ വാഹന പ്രചരണ യാത്രയുടെ മുഴുവൻ കോർഡിനേറ്ററായി ചെയർമാനായി പ്രവർത്തിച്ച് നമ്മളോടൊപ്പം നിന്ന സുധീർ പിന്നപ്രയും അതിന്റെ കൺവീനറായി പ്രവർത്തിച്ച റഷീദ് വെളിപ്പറമ്പിനെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഷുക്കൂർ മോറിസ് നമ്മുടെ ഇജാബ ജമാഅത്തിന്റെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ ഷുക്കൂർ മോറിസിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാണ്. SYS നേതാവ് അഷ്റഫ് സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാണ്. ബഹുമാനായ ഇജാബയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ഫുഡ് കമ്മിറ്റിയുടെ കൺവീനർ പ്രിയപ്പെട്ട ഷെരീഫ് മൂത്തേടത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ കാസിം കരിമാടി നമ്മുടെ ഒരു യുവ പോരാളി എന്ന് തന്നെ പറയാം, നമ്മളോടൊപ്പം എല്ലാ കാര്യത്തിനുമുള്ള പ്രിയപ്പെട്ട കാസിം കരിമാടിയെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ സദസ്സിൽ പലരുമുണ്ട്. യാസർ കോലേരം ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട പലരും ഈ സദസ്സിലുണ്ട്. അതുപോലെ തന്നെ കാക്കാട് ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി സാജിദ് സാഹിബ് ഉൾപ്പെടെ, അതുപോലെ നമ്മുടെ ആദിൽപുറം പള്ളിയുടെ പ്രസിഡന്റ് നൗഷാദ് സാഹിബ്, കമ്പിളപ്പ് പള്ളിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സലീം സാഹിബ് ഉൾപ്പെടെയുള്ള ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അൽത്താഫ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ഒരുപാട് പേര്, ഈ നമ്മൾ പേരെടുത്ത് പറയേണ്ടവര് ഈ പരിപാടിയുമായി സഹകരിച്ച് നമ്മളോടൊപ്പം നിന്നവരുണ്ട്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ല, ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണ്. ബഷീറിക്കാണ്ട് തുണ്ടിൽ ശാരീരിക സുഖമില്ലാത്തത് കൊണ്ടാണ് തറയിലിരിക്കുന്ന എല്ലാ കാര്യത്തിനും നമുക്ക് തുടക്കം മുതൽ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ തന്ന ബഷീറിക്കായി സ്വാഗതം ചെയ്യാണ്. ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാത്തിനും ഉപരി ഈ പരിപാടിയിൽ അവസാനം പങ്കെടുത്ത ഇത് നിയന്ത്രിച്ച പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ, അതുപോലെ തന്നെ അഹമ്മദ് സാഹിബ് നമ്മുടെ SYS നേതാവ് അഹമ്മദ് കൊല്ലപ്പറമ്പുണ്ട്, അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുമായി അവസാനം വരെ സഹകരിച്ച ഒരുപാട് സഹോദരങ്ങളുണ്ട്. ആരെയും നമ്മൾ വിട്ടുപോയിട്ടില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം തരുമാറാകട്ടെ. ഇത് നമ്മൾ ആരെയും ബോധ്യപ്പെടുത്താനല്ല, ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, നമ്മുടെ പാരിത്രിക ജീവിതത്തിന് വേണ്ടി നമ്മൾ ചെയ്ത ഒരു സൽക്കർമ്മമാണെന്ന് കരുതിക്കൊണ്ട് എല്ലാവരും ഈ സമ്മേളനം മഗ്‌രിബ് നമസ്കാരാനന്തരം തുടരുമ്പോഴും എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.